അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാം ക്ലാസ്സിലെ 2025-26 വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇതിൽ വലതു ഭാഗത്ത് നൽകിയതിന് ഇടതു ഭാഗത്തുള്ളതിനെ നമ്മൾ യോജിപ്പിച്ച് എഴുതണം. നമുക്കതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം. ചോദ്യം 1. ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി. ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി. 2. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. 3. നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. 4. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ചോദ്യം 5. നള്ളിഫു അഫ്നിയതക്കും. നള്ളിഫു അഫ്നിയതക്കും. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. ഉത്തരം: മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. 2. പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. ഉത്തരം: വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്, അഥവാ പൂരിപ്പിക്കാനുള്ളതാണ്. ചോദ്യം 1. മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. ചോദ്യം 2. വിഭവങ്ങളുടെ അമിത വ്യായം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. ചോദ്യം 3. പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്. പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്. ചോദ്യം 4. ഖൽബിന് ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും. ഖൽബിന് ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തു ചൊല്ലണം? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തു ചൊല്ലണം? ഉത്തരം: ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചോദ്യം 2. സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അമിത വ്യയം എന്താണ്? സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അമിത വ്യയം എന്താണ്? ഉത്തരം: ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുദൂ ചെയ്തത്. വെള്ളത്തിൻ്റെ അമിത വ്യയമാണ്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുദൂ ചെയ്തത്. ചോദ്യം 3.
വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് മുന്തിക്കണം? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് മുന്തിക്കണം? ഉത്തരം ഇടത് കാൽ. ഉത്തരം ഇടതു കാൽ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ. അതിൽ നിന്ന് 2 എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ: പ്ലാസ്റ്റിക് ഒഴിവാക്കുക, അതുപോലെ പ്രകൃതി ആവശ്യമായ ശുദ്ധി ഉണ്ടാവുക, അത് പരിസരമാണെങ്കിലും വീടാണെങ്കിലും വിദ്യാലയമാണെങ്കിലും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ചോദ്യം 2. പ്ലാസ്റ്റിക് നിയന്ത്രണത്തിന് വഴി. പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ. പ്ലാസ്റ്റിക് നിയന്ത്രിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് 2 എഴുതുക. ഉത്തരം: തുണിസഞ്ചി ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് സംരക്ഷണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ചോദ്യം 3. പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ആവശ്യമായ വസ്തുക്കൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അതിനും ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ചോദ്യം 1. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജന വ അലല്ലാഹി റബ്ബിന തവക്കൽന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജന വ അലല്ലാഹി റബ്ബിന തവക്കൽന. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ചില വിഷയങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. അഥവാ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുണം ലഭിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് പോലത്തത് ഒഴിവാക്കണം. അത് നമ്മുടെ നിരീക്ഷണത്തിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദ്യം വന്നാൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ നിരീക്ഷണത്തിൽ വന്നത് നമുക്ക് എഴുതാവുന്നതാണ്. അല്ലാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.